എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമുക്ക് ഇതിപ്പോൾ പ്രായഭേദമന്യേ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു എക്സസൈസാണ് കാണിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും നമ്മൾ ഒരു 45 വയസ്സിന് മുകളിലോട്ടുള്ളവർ തീർച്ചയായിട്ടും ഈ എക്സസൈസ് ചെയ്യണം. അപ്പോഴേക്കും നമ്മുടെ പീരീഡ്സിൻ്റെയൊക്കെ ഒരു ലെവലൊക്കെ കുറഞ്ഞ് ഒക്കെ വരുന്നൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ വയറിനകത്തൊക്കെ വളരെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഉന്തിയ വയറ് കൊടവണ്ടി പോലെ ഇരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ കൊഴുപ്പ് വന്നടിഞ്ഞിട്ടാണ്. നമുക്ക് എക്സസൈസിൻ്റെ കുറവ് കൊണ്ടാണ്. അപ്പം ഫസ്റ്റ് ഞാൻ ഇന്ന് ഇങ്ങനെ ഇരുന്നുകൊണ്ട് നേരെ മുകളിലേക്ക് ബ്ലഞ്ചായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം താഴെ പാദത്തിലേക്ക് കാല് കൊണ്ടൊന്ന് കൈ കൊണ്ടൊന്ന് മുട്ടിക്കുകയാണ്. 20 പ്രാവശ്യം അങ്ങനെ ചെയ്യണം കേട്ടോ. അതിനുശേഷം ഇതുപോലെ കാലും മുട്ടും ഞാൻ ഇതേ രീതിയിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് ചുമ്മാ ഒന്നിങ്ങനെ താന്നും പൊങ്ങിയും കൊടുക്കണം. അതൊരു 10 പ്രാവശ്യമൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ആ ഒരു മുട്ടുവേദനയും അതുപോലെ തന്നെ കൈക്കൊക്കെ നല്ല ബലം കിട്ടുന്നതാണ്. കൈക്കൊക്കെ ബലം കിട്ടാനിട്ട് തലമുടി കെട്ടാൻ പോലും പ്രയാസമുള്ളവർക്കൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. അതിന് ശേഷം കണ്ടോ പതുക്കെ നമ്മൾ ആ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. ഇത് ഞാൻ ഒരു 20 ടൈമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ 5 പ്രാവശ്യമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ 5 പ്രാവശ്യം എടുക്കുമ്പോൾ തന്നെ കിതയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വസ്ഥത തോന്നുവാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കണം കേട്ടോ. പിന്നെയും ഇതെടുക്കാം, അയ്യോ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ആദ്യം ഇങ്ങനെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആയാസപ്പെട്ട് ഇതെടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് കൊണ്ട് പറ്റുമോ എന്നൊന്ന് പരീക്ഷണം നടത്തിയതിന് ശേഷമാണ് വീണ്ടും എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ശരിക്കും താഴെ ബ്ലെൻഡ് ചെയ്തും തലയും നമ്മളതുപോലെ തന്നെ ഉയർത്തി ബാക്കോട്ട് കൊണ്ടുവരിക കണ്ടോ. അപ്പോൾ ഇത് നമ്മുടെ വയറ് കുറയാൻ ഏറ്റവും നല്ലൊരു എക്സസൈസ്. അതുപോലെ ഫാറ്റി ലിവറൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് കേട്ടോ. അതിനുശേഷം തന്നെ എണീറ്റ ഉടൻ തന്നെ ഇങ്ങനെ കൂടി ചെയ്യണം. അപ്പോൾ ആ നടുവിന് നല്ല ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുമല്ല നടുവേദന ഉള്ളവർക്കൊക്കെയാണ് ആ നടുവിൻ്റെ ആ ഒരു ബൾജിനൊക്കെ പ്രയാസമുള്ളവർക്ക് ഈ ഒരു എക്സസൈസ് അടിപൊളിയാണ്. കാരണം ചിലപ്പോഴൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അയ്യോ ഒന്നും എടുക്കാൻ മേല, ഒന്ന് കുനിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നടുവ് വെട്ടുമെന്ന്. അപ്പോൾ അതിന് ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യുക. ഒരു 5 പ്രാവശ്യം 6 പ്രാവശ്യം ഇത് നോക്കിയതിന് ശേഷം തുടരെ ഓരോ ദിവസങ്ങളിൽ കൂട്ടി എടുക്കുന്നതാണ് നല്ലത്. ഇതും നമ്മുടെ കൈക്കും അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഫുൾ എനർജിയാണ്. കാലിനൊക്കെ നല്ല ബലം കിട്ടും, വയറിലെ കൊഴുപ്പുകളൊക്കെ മാറിക്കിട്ടും, അതുപോലെ നടുവേദന മാറിക്കിട്ടും. അതിനുശേഷം ഞാൻ ദാണ്ടെ ഇങ്ങനെ ഇപ്പം നമുക്ക് നല്ല മഴയായതുകൊണ്ട് എനിക്ക് പുറത്ത് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 20 മിനിറ്റ് മസ്റ്റായിട്ട് ഞാൻ നടക്കുന്നതാണ്. അപ്പോൾ അത് നടക്കാൻ പറ്റുന്നില്ല, ഞാൻ കൂടുതൽ നടക്കുന്നില്ല, 20 മിനിറ്റാണ് നടക്കാറുള്ളത്. കാരണം എനിക്ക് എൻ്റെ ഷോപ്പിൽ പോകേണ്ട സമയം ഒക്കെ എല്ലാം പിന്നെ കിച്ചണിലെ പണി എല്ലാം കൂടി ഞാൻ അത്രയും സമയം നടക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അരമണിക്കൂറൊക്കെ നടക്കാം, അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ സാവധാനം നടക്കാൻ പറ്റുന്നവരാണ് അങ്ങനെ ചെയ്യും. അപ്പം ഞാൻ ഇതിൻ്റെ പുറത്ത് മഴയായതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ഒന്ന് ഓടാൻ ശ്രമിക്കുകയാണ്. ഒരേ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഓടുവാണ്. നിങ്ങൾക്കിത് 10 പ്രാവശ്യമൊക്കെ പറ്റുള്ളെങ്കിൽ അത്രയും എടുക്കുക. അപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ വളരെ സാവധാനം, ഞാൻ ആദ്യമേയൊക്കെ കാണിച്ച വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അങ്ങനെ സാവധാനം പയ്യെ പയ്യെ ഓരോ എക്സസൈസ് ചെയ്തിട്ട് വേണം ഈ എക്സസൈസിലൊക്കെ വരാൻ. ഇതൊന്നും പെട്ടെന്ന് ഈ ബോഡി നിങ്ങൾക്ക് നമ്മുടെ സ്വന്തം ബോഡിയാണ്, കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ നമുക്ക് സ്വന്തം ബോഡിയെ പോലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകണം. എല്ലാം ഫാസ്റ്റ് ഫുഡും ഒക്കെ ആയതുകൊണ്ട് ശരിക്കും നമ്മൾ തടി വെക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ കയ്യിലും കാലിലും വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ബോഡി പൊക്കാൻ ഇത്തിരി പ്രയാസമുണ്ടാവും. അപ്പോൾ സ്റ്റെപ്പായിട്ട് നമ്മുടെ കാലിനും കൈക്കുമൊക്കെ ബലം കൊടുത്തതിന് ശേഷം കുറച്ച് ദിവസങ്ങളെടുക്കും. അതിന് ശേഷം മാത്രം ഈ രീതിയിലൊക്കെ ചെയ്യാവുള്ളൂ. ഇത് വീഡിയോ കണ്ടു എന്ന് വെച്ചിട്ട് പെട്ടെന്ന് കയറി ചെയ്യാൻ ശ്രമിക്കരുത്. എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ഉളുക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം പതുക്കെ എടുക്കുക. മുന്നേ ഉള്ള വീഡിയോകൾ കണ്ട് നോക്കിയിട്ട് ഏത് സ്റ്റെപ്പ് മുതലൊക്കെ തുടങ്ങണമെന്ന് നോക്കിയിട്ട് വേണം പതുക്കെ ഈ സ്റ്റെപ്പിലേക്ക് കടക്കുക. അപ്പം നമുക്ക് തന്നെ തോന്നും നമുക്കിത് ചെയ്യാം എന്നൊരു നമുക്കൊരു മനസ്സിന് ധൈര്യവും ഒക്കെ വരും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് ഡെയിലി ചെയ്യുന്നത് നമുക്ക് മിക്കവാറും ഉണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ, ജോലിയെല്ലാം കഴിഞ്ഞ് വന്നൊരു 11:30 ആകുമ്പോൾ വന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഉറക്കം വരും. എന്നാൽ ഇതെല്ലാം മാറിക്കിട്ടും കേട്ടോ.
അപ്പോൾ മുന്നോട്ട് ഇതുപോലുള്ള വീഡിയോകൾ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൊടുക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞിരിക്കുന്ന എന്താണ് ഷുഗറും പ്രഷറും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകളും മറ്റ് ബോഡി അസ്വസ്ഥതകളും കാലുവേദന കൈവേദന ഇതെല്ലാം നിഷ്പ്രയാസം നമുക്ക് മാറ്റിയെടുക്കാം. തൈറോയ്ഡ് വരെ ഈ ഒരു എക്സസൈസിലൂടെ മാറ്റിയെടുക്കാം. എല്ലാവർക്കും ആരോഗ്യത്തോടെ ഇരിക്കാം. അപ്പോൾ വീഡിയോ കാണൂ, സപ്പോർട്ട് ചെയ്യൂ.